Good morning, my dear students. Our next topic is failures in task or job trackers or task trackers. അതായത് നമ്മൾ ഹഡൂബിൻ്റെ മാപ്പ് റെഡ്യൂസിങ് റണ്ണും അനാറ്റമിയും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ നമുക്ക് കാണാൻ സാധിച്ചു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട് അതല്ലേ. അതായത് ക്ലയൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ജോബ് ട്രാക്കേഴ്സ്, ടാസ്ക് ട്രാക്കേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ ഫെയിലിയർ ഒക്കർ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ ടാസ്ക് ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ജോബ് ട്രാക്കർ ഫെയിലിയർ ആകാം, അതല്ലെങ്കിൽ ടാസ്ക് ട്രാക്കർ ഫെയിലിയർ ആകാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇൻ ദ റിയൽ വേൾഡ് യൂസർ കോഡ് ഈസ് ബഗ്ഗി, പ്രോസസ് ക്രാഷ് ആൻഡ് മെഷീൻ ഫെയിൽസ്. നമ്മുടെ റിയൽ വേൾഡിലാണെങ്കിൽ നമ്മുടെ മെഷീൻ ഫെയിൽ ആകാം, പ്രോസസ്സുകൾ ക്രാഷ് ആകാം, അല്ലെങ്കിൽ കോഡുകൾക്ക് എറർ ഒക്കെ ഒക്കർ ചെയ്യാം. One of the major benefit of using Hadoop is its ability to handle such failure and allow your job to കംപ്ലീറ്റ്. ഈ ഹഡൂബ് യൂസ് ചെയ്തതിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഹഡൂബ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹഡൂബിന് ഇങ്ങനെ ഉണ്ടാകുന്ന എറേഴ്സുകളെയൊക്കെ സോൾവ് ചെയ്ത് നമ്മുടെ ജോബ് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്, ഒരു ഫീച്ചർ അവർക്കുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഹഡൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ വേൾഡിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒക്കർ ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഫെയിലറെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ ജോബ് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു എബിലിറ്റി ഹഡൂബ് സിസ്റ്റത്തിന് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, വെനെവർ ദി ടാസ്ക് ഫെയിലിയർ ഒക്കെ നമുക്കൊരു ടാസ്ക് ഫെയിലിയർ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കൺസിഡർ ഫസ്റ്റ് ദി കേസ് ഓഫ് ദി ചൈൽഡ് ടാസ്ക് ഫെയിലിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചൈൽഡ് JVM, അതായത് ഓരോ ടാസ്ക് ട്രാക്കറും അവരുടെ അകത്ത് അസൈൻ ചെയ്യുന്ന ജോബുകളെ വീണ്ടും ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പം നമ്മുടെ ജാവ വെർച്വൽ മെഷീൻ അതിനൊരു ചൈൽഡ് JVM ആക്കും. ആ ചൈൽഡ് JVMൻ്റെ അകത്തായിരിക്കും ഓരോ പ്രോസസ്സുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ടാസ്ക് ട്രാക്കറിന് അസൈൻ ചെയ്ത് കൊടുത്ത ഒരു ജോബാണ് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടാസ്ക് ട്രാക്കറിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ജോബ് ഇതാണ്, ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ടാസ്ക് ട്രാക്കർ എന്താ ചെയ്യുക, അവരുടെ ഒരു സബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് ഒരു JVM ചൈൽഡ് മെഷീനിൽ ഒരു ചൈൽഡിൽ കൊടുക്കും. ഓക്കെ, ടാസ്ക് തന്നെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത ജോബിനെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചൈൽഡ് JVMന് പാസ് ചെയ്ത് കൊടുക്കും. ഈ ചൈൽഡ് JVMലാണ് എന്ത് നടക്കുന്നത്, ഈ മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ചൈൽഡിന് എന്താ കൊടുക്കുക, ആദ്യത്തെ ചൈൽഡിന് നമ്മുടെ ബിഗ് ഡാറ്റയുടെ ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുക്കും. രണ്ടാമത്തെ ചൈൽഡിന് ഗ്രാഫിക്സിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുക്കും. മൂന്നാമത്തെ ചൈൽഡിന് പൈതണിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഓക്കെ, അപ്പം ഈ ചൈൽഡ് JVMന് എന്തെങ്കിലും എറർ ഒക്കർ ചെയ്താൽ എന്താണ് ചെയ്യുന്നത്, അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി മോസ്റ്റ് കോമൺ വേ ദാറ്റ് ദിസ് ഹാപ്പൻ ഇൻ വെൻ യൂസർ കോഡ് ഇൻ ദി മാപ്പ് ഓർ റെഡ്യൂസ് ടാസ്ക് ത്രോസ് എ റൺ ടൈം എറർ. അതായത് ഓരോ ചൈൽഡിലും എന്തൊക്കെയുണ്ട്, മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും ഉണ്ട്. അതിൽ മാപ്പ് ടാസ്കിനോ റെഡ്യൂസ് ടാസ്കിനോ എന്തെങ്കിലും കോഡ് എറർ വന്നിട്ടുണ്ടെങ്കിൽ, കോഡിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, ഒരു റൺ ടൈം എക്സ്പ്രഷൻ ത്രോ ചെയ്യും. ഓക്കെ, റൺ ടൈം എക്സെപ്ഷൻ ത്രോ ചെയ്യും. ഇഫ് ദിസ് ഹാപ്പൻ, ദി ചൈൽഡ് JVM റിപ്പോർട്ട് ദി എറർ ബാക്ക് ടു ദിസ് പേരന്റ് ടാസ്ക് ട്രാക്കർ. ഈ സിറ്റുവേഷൻ എന്താ ചെയ്യുക, ആ പർട്ടിക്കുലർ ചൈൽഡ് JVM ഒരു എറർ റിപ്പോർട്ട് പേരന്റ് ടാസ്ക് ട്രാക്കറിന് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ ബിഗ് ഡാറ്റയുടെ ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ചൈൽഡ് JVMൽ മാപ്പ് ടാസ്കിന് എന്തോ ഒരു കോഡ് എറർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരൊരു എറർ എക്സെപ്ഷൻ ത്രോ ചെയ്യും. അത് എങ്ങോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യും, ആ ചൈൽഡ് JVM പേരൻ്റായ ടാസ്ക് ട്രാക്കറിന് റിപ്പോർട്ട് ചെയ്തിട്ട് പറയും ബിഗ് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ ഒരു എറർ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇൻറ്റേർണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നൊരു എറർ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബിഫോർ ഇറ്റ് എക്സിസ്റ്റ്, അതായത് ആ ഒരു അവരുടെ ജോബ് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല എന്നൊരു എറർ കാണിച്ചതിന് ശേഷം മാത്രമാണ് അത് എക്സിറ്റ് ആവുക. ഇത് എറർ അൾട്ടിമേറ്റ്ലി മേക്ക് ഇറ്റ് ഇൻ ടു ദി യൂസർ ലോഗ്സ്. ദി ടാസ്ക് ട്രാക്കർ മാർക്ക് ദി ടാസ്ക് അറ്റംപ്റ്റ് ഹാസ് ഫെയിൽഡ്, ഫ്രീലിംഗ് അപ്പ് എ സ്ലോട്ട് ഇൻ ടു റൺ അനദർ ടാസ്ക്. അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താ ചെയ്യുക, ഇപ്പം ഞാൻ പറഞ്ഞു പേരൻറ്റിൻ്റെ ടാസ്ക് ട്രാക്കർ ഉണ്ട്, അതാണ് നമ്മുടെ C6 എന്ന് ഉദ്ദേശിക്കുക. നമ്മുടെ ടാസ്ക് ട്രാക്കറാണ് C6. ഈ C6ൻ്റെ കീഴിൽ വരുന്ന ചൈൽഡ് JVM ആണ്, അവർക്ക് കിട്ടിയ ജോബാണ് നിങ്ങളുടെ 6th സെമ്മിൻ്റെ ഫുൾ ഇൻറ്റേർണൽ മാർക്ക് ഓരോ സബ്ജക്റ്റിനെയും കണ്ടുപിടിക്കുക എന്നുള്ളത്. C6 ആയിട്ടുള്ള ടാസ്ക് ട്രാക്കർ എന്താ ചെയ്യും, അത് ഡിവൈഡ് ചെയ്ത് 3 ചൈൽഡ് JVMന് കൊടുക്കും. ആദ്യമേ ബിഗ് ഡാറ്റയുടെ ഇൻറ്റേർണൽ മാർക്ക് കണ്ടുപിടിക്കും, ദെൻ ഗ്രാഫിക്സിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കണ്ടുപിടിക്കാൻ ഒരു JVM ആൻഡ് പൈതണിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു JVM. ഓക്കെ, സപ്പോസ് ബിഗ് ഡാറ്റയുടെ ഇൻറ്റേർണൽ മാർക്ക് കണ്ടുപിടിക്കാനുള്ള ചൈൽഡ് JVMൻ്റെ അകത്ത് എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ C6 എന്ന് പറയുന്ന ടാസ്ക് ട്രാക്കറിലേക്ക് റിപ്പോർട്ട് ചെയ്യും, എറർ ഒക്കർ ചെയ്തു, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. ബിഫോർ അത്
എക്സിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, C6 എന്ന് പറയുന്ന ടാസ്ക് ട്രാക്കർ ആ ബിഗ് ഡേറ്റയുടെ ഇന്റേണൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇന്റേണൽ മാർക്ക് കണ്ടുപിടിക്കേണ്ട ജോബ് ആർക്ക് കൊടുക്കും? ഒന്നെങ്കിൽ ഗ്രാഫിക്സിൻ്റെ ഇന്റേണൽ മാർക്ക് കണ്ടുപിടിക്കേണ്ട ചൈൽഡ് JVMന് കൊടുക്കാം, അല്ലെങ്കിൽ പൈതൺ ഇന്റേണൽ മാർക്ക് കണ്ടുപിടിക്കാനുള്ള ചൈൽഡ് JVMന് പാസ് ചെയ്യും. അങ്ങനെ അവരുടെ ഇഷ്യൂ അവിടെ സോൾവ് ചെയ്യും. ഓക്കെ, അനദർ ഫെയിലിയർ മോഡ് ഇൻ ദി സഡൻ എക്സിറ്റ് ഓഫ് ദി ചൈൽഡ് JVM. അതായത് ഈ 3 പേരും ഇന്റേണൽ മാർക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ചൈൽഡ് JVM, ആ ഒരു ജാവ വെർച്വൽ മെഷീന് എന്തോ ഒരു എറർ ഒക്കർ ചെയ്ത് പെട്ടെന്ന് എക്സിറ്റ് ആയിപ്പോയി. ഓക്കെ, അതാണ് അടുത്ത സിറ്റുവേഷൻ. ദർ ഇസ് എ JVM ബഗ് ദാറ്റ് കേസസ് JVM ടു എക്സിറ്റ് ഫോർ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസ് എക്സ്പോസ്ഡ് ബൈ ദി മാപ്പ് റെഡ്യൂസ് യൂസർ കോഡ്. ഇൻ ദിസ് കേസ് ദി ടാസ്ക് ട്രാക്കർ നോട്ടിഫൈ ദാറ്റ് ദി പ്രോസസ് ഹാസ് എക്സിറ്റ് ആൻഡ് മാർക്ക് ദി അറ്റംപ്റ്റ് ആസ് ഫെയിൽ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു ഒരു ഹാർട്ട് ബീറ്റ് വരുന്ന കേസൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ടാസ്ക് ട്രാക്കറിൻ്റെ ഉള്ളിൽ വരുന്ന ചൈൽഡ് JVMൽ നിന്നും പീരിയോഡിക്കലായിട്ട് ഒരു സിഗ്നൽ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിഗ്നൽസ് വരാത്ത സിറ്റുവേഷനിൽ ഈ പേരൻറ്റ് ടാസ്ക് ട്രാക്കർ എന്താണ് മനസ്സിലാക്കുക, ഇന്ന ചൈൽഡ് JVMന് എന്തോ ഒരു എറർ മാപ്പ് റെഡ്യൂസിലോ അല്ലെങ്കിൽ മാപ്പ് ടാസ്കിലോ റെഡ്യൂസ് ടാസ്കിലോ എറർ ഉണ്ടായതുകൊണ്ട് അവർ പെട്ടെന്ന് എക്സിറ്റ് ആയി പോയി എന്നുള്ള ഒരു കൺക്ലൂഷനിൽ അവരെത്തിച്ചേരും. ഓക്കെ, ഹാങ്ങിങ് ടാസ്ക് ആർ ഡീൽ വിത്ത് ഡിഫറൻസ്. അങ്ങനെ വരുന്ന ഹാങ്ങിങ് പ്രോബ്ലം ഒക്കർ ചെയ്യുക എന്നുള്ളത് ഒക്കർ ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് ഡീൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദി ടാസ്ക് ട്രാക്കർ notify that it has not received a progress update for a while and process to make the task are failure. പീരിയോഡിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു അപ്ഡേഷൻ വന്നില്ല എങ്കിൽ ടാസ്ക് ട്രാക്കർ കൺഫേം ചെയ്യും ആ ഒരു ചൈൽഡ് JVM ഫെയിൽഡ് ആണ് എന്നുള്ള കാര്യം. എന്നിട്ട് എന്താ ചെയ്യുക, ഇത് ചൈൽഡ് JVM പ്രോസസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കിൽഡ് ആഫ്റ്റർ ദിസ് പീരീഡ്. ആ ഒരു പീരീഡിന് ശേഷം ഇപ്പോൾ 5 മിനിറ്റ് ഇടവിട്ട് ഈ ഓരോ JVMൽ നിന്നും പീരിയോഡിക്കായിട്ട് സിഗ്നൽസ് വന്നില്ല എങ്കിൽ 5 മിനിറ്റിന് ശേഷവും സിഗ്നൽസ് വന്നില്ല എങ്കിൽ എന്താ ചെയ്യുക, ആ ചൈൽഡ് JVM കില്ല് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദി ടൈം ഔട്ട് period after which task are considered failed is normally 10 minutes. 10 മിനിറ്റ്സിന് ശേഷം 10 മിനിറ്റ്സ് ആണ് ഇവർ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനും ഒരു ടൈം സെറ്റിങ്സ് മാപ്പ് റെഡ്യൂസിൻ്റെ അത് ടൈം സെറ്റിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് red.task.timeout എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ വെച്ച് എന്താണ്, ഓരോ 10 മിനിറ്റ്സിൽ കൂടുമ്പോഴും ഇവർക്ക് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ആ 10 മിനിറ്റ്സിൽ അപ്ഡേഷൻ വന്നില്ല എങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അപ്ഡേഷൻ വന്നില്ല എങ്കിൽ എന്താ ചെയ്യുക, ടാസ്ക് ട്രാക്കർ ഈ ചൈൽഡ് JVM പ്രോസസ്സ് കില്ലായി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസാണ് ടാസ്ക് ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ടാസ്ക് ട്രാക്കർ ഫെയിലിയർ. ഇപ്പം നമ്മൾ പറഞ്ഞു ടാസ്ക് ഫെയിലിയർ എവിടെയാണ് ഉണ്ടാകുന്നത്, ചൈൽഡ് JVMൽ. ഓരോ ചൈൽഡ് JVMൽ അസൈൻ ചെയ്ത് കൊടുത്ത ടാസ്കുകൾ ഫെയിലിയർ ആയി പോയാൽ എന്ത് ചെയ്യും? അടുത്തതാണ് ടാസ്ക് ട്രാക്കർ ഫെയിലിയർ. അതിന് മുകളിലുള്ള ആളാണ് ടാസ്ക് ട്രാക്കർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഫിഗർ പഠിച്ചിട്ടുണ്ടായിരുന്നു, അനാട്ടമി. അപ്പോൾ നോക്കാം, ഈ ഫിഗറിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ചൈൽഡ് JVM. ടാസ്ക് ട്രാക്കറിൻ്റെ അകത്താണ് എന്ത്, ചൈൽഡ് JVM മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും പെർഫോം ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈൽഡ് JVMനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അപ്ഡേഷൻ വന്നില്ലെങ്കിൽ ഈ ഒരു മിഷൻ ഫെയിലിയർ ആയി എന്ന്, അല്ലെങ്കിൽ ഈ ഒരു ചൈൽഡ് JVM ഫെയിലിയർ ആയി എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇഷ്യൂ വരുന്നത് എന്താണ്, ഈ ടാസ്ക് ട്രാക്കർ ഫെയിലിയർ ആയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ടാസ്ക് ട്രാക്കർ ഫെയിലിയർ ആകുന്ന സിറ്റുവേഷനിൽ ഫെയിലിയർ ഓഫ് എ ടാസ്ക് ട്രാക്കർ ഈസ് അനദർ ഫെയിലിയർ mode. If a task tracker fails by crashing or running very slowly, it will stop sending heartbeat to the job tracker. അപ്പോൾ എന്താ പറയുക, ഈ ടാസ്ക് ട്രാക്കറിന് എന്തെങ്കിലും എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ടാസ്ക് ട്രാക്കറിൻ്റെ സിസ്റ്റം അപ്ഡേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ നിന്നും കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ഈ ജോബ് ട്രാക്കറിന് എത്തുന്നത് വഴിയാണ് ഈ ജോബ് ട്രാക്കർ മനസ്സിലാക്കുന്നത് പർട്ടിക്കുലർ ടാസ്ക് ട്രാക്കർ റൺ ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ, ഈ ടാസ്ക് ട്രാക്കറിലോട്ട് എങ്ങനെയാണ് ചൈൽഡ് JVMൽ നിന്നും സിഗ്നൽ വരുന്നത്, ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അവരുടെ സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ടാസ്ക് ട്രാക്കറിൽ നിന്നും ഹാർട്ട് ബീറ്റ് ജോബ് ട്രാക്കറിൽ എത്തിച്ചേരുന്നത്. അപ്പം ഈ ടാസ്ക് ട്രാക്കർ ഒന്നെങ്കിൽ സ്ലോ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡിങ് എററോ ക്രാഷിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഹാർട്ട് ബീറ്റ് ജോബ് ട്രാക്കറിൽ എത്താതെ വരും. അപ്പോൾ ഇത് ജോബ് ട്രാക്കർ വിൽ നോട്ടീസ് എ ടാസ്ക് ട്രാക്കർ that has stopped sending heartbeat. അത് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഇതാണ്, map_red.task. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, ടാസ്ക് ട്രാക്കർ .expiry.interval എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് map_red.task ഫെയിലിയർ കണ്ടുപിടിക്കാൻ വേണ്ടി task.timeout. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് map_red
ടാസ്ക് ട്രാക്കറിൻ്റെ ഫെയിലിയർ ആണ്. സോ ഹിയർ വി ആർ യൂസിങ് ദി ഫംഗ്ഷൻ ടാസ്ക് ട്രാക്കർ ഡോട്ട് എക്സ്പയറി ഡോട്ട് ഇൻട്രവൽ, കണ്ടിന്യൂസ് ഇൻട്രവലിലെ എക്സ്പയറി അവരുടെ ഒരു ഹാർട്ട് ബീറ്റ് സെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കും. ആൻഡ് റിമൂവ് ഇറ്റ് ഫ്രം ഇറ്റ്സ് പൂൾ ഓഫ് ടാസ്ക് ട്രാക്കർ ടു ഷെഡ്യൂൾ ടാസ്ക് ഓൺ. എന്നിട്ട് എന്താ ചെയ്യുക, കണ്ടിന്യൂസ് ഇൻട്രവലിൽ വന്നില്ലെങ്കിൽ ആ ടാസ്ക് ട്രാക്കറിനെ അവിടെ നിന്നും റിമൂവ് ചെയ്യും. പൂൾ ഓഫ് ടാസ്ക് ട്രാക്കേഴ്സ് ഉണ്ട്, ഒരു 10-20 ടാസ്ക് ട്രാക്കേഴ്സ് ഉണ്ടാകും. ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ജോബ് ട്രാക്കറാണ് ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ടാസ്ക് ട്രാക്കറിൽ നിന്നും ഈ ഫങ്ഷൻസ് വഴി ഒരു ഹാർട്ട് ബീറ്റ് വന്നില്ല എങ്കിൽ, കണ്ടിന്യൂസ് ഇൻട്രവലിൽ ഹാർട്ട് ബീറ്റ് വന്നില്ല എങ്കിൽ ജോബ് ട്രാക്കർ മനസ്സിലാകും ആ ഒരു ടാസ്ക് ട്രാക്കർ ഫെയിലിയർ ആയി എന്നുള്ള. അപ്പോൾ എന്താ ചെയ്യുക, ആ പൂളിൽ നിന്നും ആ ടാസ്ക് ട്രാക്കറിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the job tracker arranges for MAP tasks that were run and completed successfully on that task tracker to be rerun if they belong to incomplete jobs, since their intermediate output residing on the failed task tracker local file system may not be accessible to the reduced task. അതായത് ഇത് ജോബ് ട്രാക്കർ അറേഞ്ചസ് ഫോർ മാപ്പ് ടാസ്ക് ദാറ്റ് വെയർ റൺ ആൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി ഓൺ ദാറ്റ് ടാസ്ക് ട്രാക്കർ ടു ബി റീറൺ ഇഫ് ദേ ബിലോങ് ടു ഇൻകംപ്ലീറ്റ് ജോബ്സ്. അതായത് ഇപ്പോൾ ടാസ്ക് ട്രാക്കർ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, പകുതി ആയപ്പോഴാണ് എന്ത് സംഭവിച്ചത്, അവർക്ക് ഫെയിലിയർ ഒക്കർ ചെയ്ത്. അപ്പോൾ പകുതി പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ടല്ലോ, അവരെ എന്ത് ചെയ്യും, ആ കംപ്ലീറ്റ് ആയിടത്തോളം പ്രോസസ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിടത്തോളം എത്രത്തോളം പ്രോസസ്സ് ഉണ്ടോ അവരെ ഈ ജോബ് ട്രാക്കർ കീപ്പ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക, ഇൻകംപ്ലീറ്റ് ജോബ്സ് intermediate output residing on the failed task tracker local file system may not be accessible to the reduced task. അതായത് ഈ റൺ ചെയ്തിട്ടുള്ള പകുതിയോളം കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക, അതിനെ റീഷെഡ്യൂൾ ചെയ്ത് അടുത്ത ജോബ് ട്രാക്കേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനി ടാസ്ക് ഈസ് പ്രോഗ്രസ് ആർ ഓൾസോ റീഷെഡ്യൂൾ. എ ജോബ് ട്രാക്കർ ക്യാൻ ഓൾസോ ബി ബാക്ക് ലിസ്റ്റഡ് ബൈ ദി ജോബ് ട്രാക്കർ ഈവൻ ഇഫ് ദി ടാസ്ക് ട്രാക്കർ ഹാസ് നോട്ട് ഫെയിൽഡ്. അതായത് ഇപ്പോൾ ഒരു 10 ടാസ്ക് ട്രാക്കറാണ് ഉള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാസ്ക് ട്രാക്കറിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആക്കി അത്രത്തോളം ജോബിനെ ഫയൽ സിസ്റ്റത്തിലേക്ക് ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് നമ്മുടെ HDFS ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 20ഓളം ടാസ്ക് ട്രാക്കേഴ്സ് ഉണ്ട്, അതിലൊരെണ്ണമാണ് ഫെയിൽ ആയിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവൻ ഇഫ് ദി ടാസ്ക് ട്രാക്കർ ഹാസ് നോട്ട് ഫെയിൽഡ്, ഫെയിൽ ആകാത്ത ടാസ്ക് ട്രാക്കേഴ്സിനെ എല്ലാം എന്താ പറയുക, ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. എ ടാസ്ക് ട്രാക്കർ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഇഫ് ദി നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് ഹാസ് ഫെയിൽഡ് on it is significantly higher than the average task failure rate on the cluster. Blacklisted task trackers can be restarted to remove them from the job trackers blacklist. അതായത് ഏതെങ്കിലും ഒരു ടാസ്ക് ട്രാക്കർ ഫെയിലിയർ ആവുകയാണ് എങ്കിൽ അത് എന്താ ചെയ്യുക, അതിലുള്ള ഡേറ്റാസ് ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് ട്രാക്കേഴ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും to remove them from the job trackers blacklist. ജോബ് ട്രാക്കേഴ്സിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും അതിനെ എന്നിട്ട് എന്താ ചെയ്യുക, റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, ദി ജോബ് ട്രാക്കർ അറേഞ്ച് ഫോർ മാപ്പ് ടാസ്ക് ദാറ്റ് were run and completed successfully on that task tracker to be rerun if they belong to incomplete jobs. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ജോബ്സ് ആണ് എങ്കിൽ മാപ്പ് ടാസ്ക് പകുതിയോളം കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് റെഡ്യൂസ് ടാസ്ക് ആണ് ഉള്ളത്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ജോബാണ് എങ്കിൽ പോലും എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുള്ളോ അവരെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും, ലോക്കൽ ഫയൽ സിസ്റ്റംസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, എനി ടാസ്ക് ഈസ് പ്രോഗ്രസ് ആർ ഓൾസോ റീഷെഡ്യൂൾ. എന്നിട്ട് എന്താ ചെയ്യുക, ആ ടാസ്ക് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യും. എ ടാസ്ക് ട്രാക്കർ ക്യാൻ ഓൾസോ ബി ബ്ലാക്ക് ലിസ്റ്റഡ് ബൈ ദി ജോബ് ട്രാക്കർ. ജോബ് ട്രാക്ക് വഴി ഒരു ടാസ്ക് ട്രാക്കറിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും ഈവൻ ഇഫ് ദി ടാസ്ക് ട്രാക്കർ ഹാസ് നോട്ട് ഫെയിൽഡ്. ഫെയിൽ ആയിട്ടില്ല എങ്കിലും, ഓക്കെ, ഫെയിൽ ആയിട്ടില്ല എങ്കിൽ ടാസ്ക് ട്രാക്കറെ എന്തായിട്ട് മാർക്ക് ചെയ്ത് വെക്കും, ബ്ലാക്ക് ലിസ്റ്റഡിലേക്ക് ഇടും. എ ടാസ്ക് ട്രാക്കർ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഇഫ് ദി നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് ഹാവ് ഫെയിൽഡ് ഓൺ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ദി ആവറേജ് ടാസ്ക് ഫെയിലിയർ റേറ്റ് ഓൺ ദി ക്ലസ്റ്റർ. Blacklisted trackers can be restarted to remove them from the job trackers blacklist. അതായത് ഒരു 20 സിസ്റ്റം ഉണ്ട്, അതിലൊരു 5 സിസ്റ്റം ഇങ്ങനെ ഫെയിലിയർ ആയിപ്പോയി. അപ്പം ആദ്യത്തെ കേസിൽ അത് ഫെയിലിയർ ആയിപ്പോയി, വീണ്ടും അത് ശരിയാക്കി, വീണ്ടും ഫെയിലിയർ ആയി, ഒരു ആവറേജ് കഴിഞ്ഞു. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്താ ചെയ്യുക, അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഈ ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ
ടാസ്ക് ട്രാക്കേഴ്സിനെ അവരുടെ പൂളിൽ നിന്നും റിമൂവ് ചെയ്യും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ടാസ്ക് ട്രാക്കേഴ്സിലേക്ക് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസുകൾ അവർക്കും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കും. ഫ്രം എവിടെ നിന്ന്? HDFS നിന്നും, ലോക്കൽ ഫയൽ സിസ്റ്റത്തിലേക്ക്. നെക്സ്റ്റ് വൺ ഈസ് job tracker failure. Failure of the job tracker is the most serious failure mode. Currently, Hadoop has no mechanism for dealing with failure of the job tracker. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ആദ്യമേ ടാസ്കിൽ ഫെയിലിയർ ഉണ്ടാവുക, അതായത് ചൈൽഡ് JVMൽ, ടാസ്ക് ട്രാക്കറിൻ്റെ അകത്തുള്ള ചൈൽഡ് JVMൽ, JVM എന്ന് വെച്ചാൽ ജാവ വെർച്വൽ മെഷീനിൽ ഉണ്ടായ ടാസ്ക് ഫെയിലിയർ എങ്ങനെ സോൾവ് ചെയ്യാം. രണ്ടാമത്തേതാണ് ടാസ്ക് ഫെയിലിയർ ഓഫ് ടാസ്ക് ട്രാക്കേഴ്സിൻ്റെ ഫെയിലിയർ എങ്ങനെ സോൾവ് ചെയ്യാം. ദെൻ ഫൈനൽ വൺ ആണ് ജോബ് ട്രാക്കർ. അപ്പോൾ ജോബ് ട്രാക്കർ എന്ന് വെച്ചാൽ ഈ ടാസ്ക് ട്രാക്കറിൽ നിന്നും, അതായത് ടാസ്ക് ട്രാക്കറിൻ്റെ അകത്തുള്ളതാണ് ചൈൽഡ് JVM. ആദ്യം ഇവിടെ എറർ ഉണ്ടായി, ആഫ്റ്റർ ദാറ്റ് ടാസ്ക് ട്രാക്കറിന് ഫെയിലിയർ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു നോക്കി. ദെൻ മെയിൻ ജോബ് ട്രാക്കറിന് ഫെയിലിയർ ഉണ്ടായാൽ എന്ത് സംഭവിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെയിലിയർ ആണ്. കാരണം ജോബ് ട്രാക്കറിൻ്റെ അകത്താണ് മെറ്റാ ഡേറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ജോബ് ട്രാക്കർ എന്ന് വെച്ചാൽ നമ്മുടെ സെർവർ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാ പ്രോസസ്സിനെയും അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹഡൂബിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഒരു ഫെയിലിയറിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ. സോ ഇൻ ദിസ് കേസ് ദി ജോബ് ഫെയിൽസ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ജോബ് ട്രാക്കേഴ്സിൻ്റെ കീഴിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള ടാസ്ക് ട്രാക്കേഴ്സ് ആണുള്ളത്. അതായത് ഒരു സിസ്റ്റം അല്ല, ഒരുപാട് സിസ്റ്റംസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഹഡൂബ് ആദ്യത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു ഹഡൂബ് 4000 ക്ലസ്റ്റേഴ്സിനെ ഒരുമിച്ച് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കണ്ടുപിടിച്ചു എന്ന്. പക്ഷേ ആ 4000 ക്ലസ്റ്റർ സിസ്റ്റത്തിനെ മെറ്റാ ഡേറ്റാസ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ജോബ് ട്രാക്കറിലാണ്. അപ്പോൾ ആ ഒരു സിംഗിൾ പോയിന്റിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ജോബ് തന്നെ അത് ഫെയിലായി പോകും. ഹൗവർ ദിസ് ഫെയിലിയർ മോഡ് ഹാസ് എ ലോ ചാൻസ് ഓഫ് ഒക്യൂറിങ് സിൻസ് ദി ചാൻസ് ഓഫ് എ പർട്ടിക്കുലർ മിഷൻ ഫെയിലിംഗ് ഈസ് ലോ. അതായത് ഇങ്ങനെ ഈ ജോബ് ട്രാക്കറിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ലോ ആണ്. വളരെ ലോ എന്ന് വെച്ചാൽ വളരെ ലോ ആണ്. കാരണം ഈ ജോബ് ട്രാക്കേഴ്സിൽ മാക്സിമം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മെറ്റാ ഡേറ്റാസ് ഇൻഫർമേഷൻസ് ആണ്. അപ്പം അങ്ങനെ ബാക്കപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഫെയിലിയർ ഉണ്ടാകുക എന്നുള്ള സിറ്റുവേഷൻസ് വളരെ ലോ ആയിട്ട് മാത്രമേ നടക്കാറുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എ ഫ്യൂച്ചർ റിലീസ് ഓഫ് ഹഡൂപ്പ് വിൽ റിമൂവ് ദിസ് ലിമിറ്റേഷൻസ് ബൈ റണ്ണിങ് മൾട്ടിപ്പിൾ ജോബ് ട്രാക്കേഴ്സ്, ഓൺലി വൺ ഓഫ് വിച്ച് ഈസ് ദി പ്രൈമറി ജോബ് ട്രാക്കർ അറ്റ് എനി ടൈം. അതായത് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ റിലീസ് ചെയ്യുന്ന ഹഡൂപ്പിൽ ഈ ഒരു ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജോബ് ട്രാക്കറാണ്. പക്ഷേ ഫ്യൂച്ചറിൽ റിലീസ് ചെയ്യുന്ന ഹഡൂബിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ജോബ് ട്രാക്കേഴ്സ് റണ്ണിങ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയോടുകൂടി റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരൊറ്റ ജോബ് ട്രാക്കറാണ്. പക്ഷേ ഇനി റിലീസ് ചെയ്യുന്നതിൽ മൾട്ടിപ്പിൾ ജോബ് ട്രാക്കേഴ്സ് ഉണ്ടാകും. അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പ്രൈമറി ജോബ് ട്രാക്കേഴ്സ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ റിലീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെയിലിയർ. ഈ ഫെയിലിയറിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചാലും വളരെ നന്നായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ ചൈൽഡ് JVM ഉണ്ടാകും, ടാസ്ക് ട്രാക്കർ ഉണ്ടാകും, ജോബ് ട്രാക്കർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫിഗറും കൂടെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.